എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ കുറേ ഡയറക്ടേഴ്സിനകത്ത് ആഗ്രഹമുണ്ട് മോനെ സത്യത്തിൽ. പക്ഷെ അവർ പറയുക ചേച്ചി ഇതുവരെ ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ തോക്കുമ്പം ദൂരെ പോയി നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം കൊഞ്ഞനം കുത്തുക. കണ്ടു പറയത്തില്ല, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുമെന്ന് പറയത്തില്ല. അപ്പം നമുക്ക് ജയിച്ച് നിൽക്കാൻ മിനി ചേച്ചിയാണ് സ്ഥിരം എന്നെ അടിച്ചിട്ട് ഓടുന്ന പാർട്ടി. അപ്പോൾ അവൾ ദൂരെ പോയി നിന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ച പിണക്കമാണ്. ഇത്രയും കാണിക്കും. ഇത്രയും കാണിച്ചു കഴിയുമ്പോൾ എനിക്ക് വലിയൊരു സമാധാനം, ഞാൻ ജയിച്ചു. അപ്പോൾ കൊഞ്ഞനം അങ്ങനെ കൊഞ്ഞനം കുത്താ. കാരണം അത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊഞ്ഞനം കുത്തുമ്പോഴും ഭയങ്കര സംഭവമല്ലേ അത്. പക്ഷേ ഇവരുടെ വിദ്യാഭ്യാസത്തിന് ഏതാ നീ എൻ്റെ അടുത്ത് ഷുഗർ ചോദിച്ചാൽ മതി. നീ ഒരു ഷുഗർ ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അല്ല, അവൻ ചോദിച്ചു ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ പൊതുവെ ഒരു പഞ്ചാരയാണെന്ന് എനിക്കറിയാം. പിന്നെ എനിക്കറിയാം അഞ്ചുടെ അമ്മ നല്ല എന്നോ എപ്പോഴും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചേച്ചി ആദ്യമായിട്ടാണ് പണ്ട് അമ്മയുടെ കൂടെ അമ്മ നമ്മളെ പണ്ട് എനിക്ക് തോന്നുന്നു അടിവെച്ച ആവേശം പിള്ളേർ എന്നെ എടുത്തോണ്ട് നടന്ന അങ്കിളാണ്. വന്നപ്പോൾ എന്നെ എടുത്തോണ്ട് നടന്നു. കൊച്ചായിരുന്നപ്പം അങ്ങനെ കുറേ പേരുണ്ട് എന്നെ. ഞാൻ വലിയ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ പിള്ളേരെ പോലെ സംസാരിക്കുന്നതെന്ന്. ഇടയ്ക്ക് ഇങ്ങനത്തെ ആൾക്കാർ വരും എന്നെ എടുത്തോണ്ട് നടന്നവർ. ഒട്ടും ഗൗരവം കാണിക്കാൻ പറ്റത്തില്ല. എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അവരും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നിന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നീ ഉടുപ്പിടാതെ നടന്നപ്പോൾ ഞാൻ എടുത്തോണ്ട് നിന്നേച്ചത് ആണ് ഓർമ്മയുണ്ട്. എനിക്ക് തീരെ പറ്റായിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം മക്കാരി ഇറങ്ങിയില്ലേ? ഇറങ്ങിയോ? ചോദിച്ചാലുണ്ടോ? ഞാൻ അറിഞ്ഞില്ലടാ നീ വന്നത്. ഞാൻ അറിഞ്ഞില്ല. ഇന്ന് എൻ്റെ ഒരു പടം അവിടെ റിലീസ് ഉണ്ട്. എനിക്കറിയാം. ഞങ്ങളുടെ ശരത്തിനെയൊക്കെ കണ്ട് ഞാൻ വന്നപ്പം ഐസിന്നാണ് പടത്തിൽ. മറ്റേ വേറൊരു മസ്തിഷ്ക മരണോ? അതാണ്. ഇത് ആരുടെ പടം? രജീഷ് പടം. കഴിഞ്ഞ പടം കഴിഞ്ഞത് അങ്ങനെയുണ്ട്. ചേച്ചിയുടെ മോളെ എന്തെങ്കിലും കൊണ്ടുണ്ടോ? എല്ലാത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഫിലിം എന്ന് പറയുമ്പം പിന്നെ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പടമെന്ന് പറയുമ്പോൾ ലീവും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എടുക്കണം. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും അഭിനയിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. അവളൊരു സാധാരണ കുട്ടിയായിട്ട് വരട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം എൻ്റെ മോളായതുകൊണ്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവളുടെ എന്തെങ്കിലും ഉണ്ട്, സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് വരും. കലേഷ് വന്നിട്ടില്ലേ? കലേഷ് ഇല്ല, അവന് വർക്കില്ല. എന്നാൽ ശരി. ലാലേട്ടനുണ്ട്. എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ കുറേ ഡയറക്ടേഴ്സിനകത്ത് ആഗ്രഹമുണ്ട് മോനെ സത്യത്തിൽ. പക്ഷെ അവർ പറയുക ചേച്ചി ഇതുവരെ നിങ്ങൾ ചെയ്യാത്തൊരു സംഗതി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ വെറുതെ ഒരു ഗൗരവമുള്ളൊരു സബ്ജക്റ്റ് മാത്രം പോരല്ലോ. ആ കോമ്പോയിലുള്ള കുറേ ഹ്യൂമറും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യില്ലേ? അപ്പോൾ അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ലൊരു സ്ക്രിപ്റ്റ് വരട്ടെ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒപ്പവും. മമ്മൂക്കയും നല്ല രസമായിട്ട് കോമഡി ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെ അല്ല, തീർച്ചയായിട്ടും ഒരുപാട് പേര് പറയാറുണ്ട്, ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാനും വെയിറ്റ് ചെയ്യുന്നു. അതാണ്. അതിപ്പോൾ സത്യേട്ടനൊക്കെ സജീവമായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വേണം അതിനുവേണ്ടി. വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. പിന്നെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഓ ശരി, ശരി.
പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആ പരിപാടിയൊന്നും ഒരിക്കലില്ല. ഞാൻ എൻ്റെ ജോലി ഭംഗിയാക്കാൻ മാത്രമേ നോക്കുള്ളൂ. അവർ വേണമെങ്കിൽ അവർ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് പഠിക്കട്ടെ. ഓരായാലും ഞാൻ എൻ്റെ പണി മാത്രം നോക്കും. എൻ്റെ ക്യാരക്ടർ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിലെന്തെങ്കിലും ഡയലോഗ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി എടുക്കാൻ നോക്കും എന്നല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറേ ഇല്ല. ഒരു ഡയറക്ടറെ എങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കും എന്നൊന്നും പറയാറ്. അത് അവരുടെ പണി. അതും കൂടെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? അത് ഞാൻ ചെയ്യും. ഓ ശരി, വാ പിള്ളേരെ വാ. കൊഞ്ഞോ അയ്യോ എനിക്ക് കിട്ടില്ല. ഇപ്പോൾ ഓടണം. പിന്നെ ഇനി കൊഞ്ഞനെ കുത്തി കാണിച്ചു. ഇപ്പം ഈ കുട്ടി ചോദിച്ചു കൊഞ്ഞനെ കുത്തി എടുത്തോ. വാ എന്തോ രാവിലെ ഇറങ്ങിയതാണോ? എപ്പോൾ ഇറങ്ങണം? രാവിലെ അമ്പലത്തിൽ പോകാൻ എപ്പോൾ ഇറങ്ങണം? രാവിലെ ഉപ്പുമാവും പഴവും പാലും വെള്ളവും കഴിച്ചു. ഇഷ്ടപ്പെട്ട എല്ലാ ആഹാരം എന്നെ തിരിഞ്ഞടിക്കാത്ത എല്ലാം കഴിക്കും. പിന്നെ വേറെ എന്തോ അറിയണം? ഇത്ര അറിഞ്ഞാൽ മതിയോ? ആ ഉച്ചയ്ക്ക് ഊണ് ഉണ്ട്. വേറെ എന്തോ വേണം? മതിയോ? വാ. എല്ലാം അറിയണം. ഇങ്ങനെ ഉള്ളി തൊലിച്ച പോലെ എല്ലാം അറിയണം. എന്തോ ചേച്ചിയോട്ടൊരു ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഏത് പണം വാങ്ങട്ടെ? അതപ്പോ നിങ്ങൾ എല്ലാം കാണണം കേട്ടോ. കുട്ടി എടുക്കുന്ന അവിടെ എടുക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. അത് വാങ്ങിച്ചോ എല്ലാവരും വാങ്ങിച്ചോ.